നമസ്കാരം. ഓർക്കിഡ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാചക വില വർധനവിനെതിരെ സിപിഎം നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന നിരാഹാര സമരം പഞ്ചായത്തുകളിൽ ആരംഭിച്ചു. മറ്റു മതസ്ഥരുടെ പരിപാടികൾക്ക് ഭംഗം വരാതെ ആഘോഷ പരിപാടികൾ ക്രമീകരിച്ച അന്തിക്കാട് മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾക്ക് അനുമോദനം. ലോക പാലിയേറ്റീവ് ദിനത്തിന്റെ ഭാഗമായി പാലിയേറ്റീവ് സംഘടനകളുടെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പാചകവാതകത്തിന്റെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വിലവർധനവ് പിൻവലിക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിപിഎം നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. സംസ്ഥാന വ്യാപകമായി സിപിഎം സംഘടിപ്പിക്കുന്ന നിരാഹാര സമരത്തിന്റെ ഭാഗമായി തൃപ്യാർ പോളി ജംഗ്ഷനിൽ നടന്ന നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത് പഞ്ചായത്ത് അംഗം സി ശങ്കരനാരായണൻ ആണ്. PR വർഗീസ് മാസ്റ്റർ സമരം ഉദ്ഘാടനം ചെയ്തു. അതീതമായി ജീവിച്ചു പോകാൻ വേണ്ടിയുള്ള മുഴുവൻ സംസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് സിപിഎം ഏറ്റെടുക്കുന്നത്. ഞങ്ങൾ ഏതേത് കാലങ്ങളിൽ ഇത്തരം സജീവമായ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്ത് സമൂഹത്തിൽ വരുമ്പോൾ അന്നൊക്കെ തന്നെ അത്യപൂർവമായ ജനപിന്തുണയാണ് ഈ പ്രസ്ഥാനത്തിന് ലഭിച്ചിട്ടുള്ളത്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് സിപിഎമ്മിന്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അന്യായമായി പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിച്ചപ്പോൾ അതിനെതിരെ ഏതാനും ദിവസങ്ങൾ മാത്രം എടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ അടുപ്പ് കൂട്ടി സമരം ചെയ്യാൻ പാർട്ടി ആഹ്വാനം ചെയ്തപ്പോൾ ഇവിടുത്തെ പത്രക്കാർക്ക് പറഞ്ഞത് ഗിന്നസ് ബുക്കിലടക്കം വരും. ഏതാണ്ട് 15 ലക്ഷത്തിലധികം ആളുകൾ അനുവദിച്ചുകൊണ്ട് TK അബ്ദുൾ മജീദ് മാസ്റ്റർ അധ്യക്ഷനായി. TK ദേവദാസ്, MA തോമസ് തുടങ്ങിയവരും സംസാരിച്ചു. അമിത പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഓട്ടോ ഡ്രൈവറെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വലപ്പാട് ഏറൻ കിഴക്കാത്ത് ശിവദാസിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ബാങ്ക് ചെക്ക് ബുക്കുകൾ, മുദ്രപേപ്പറുകൾ, 1,42,000 രൂപയും പോലീസ് കണ്ടെടുത്തു. ഇയാളെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി. വലപ്പാട് SI KG ആന്റണിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. തളിക്കുളം പഞ്ചായത്തിലെ ഗ്രാമസഭകളിൽ കുടിവെള്ളവും ശുചിത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിനുള്ള ഏകദിന പരിശീലന പരിപാടി നടന്നു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA ഷൌക്കത്ത് അലി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗീതാ വിനോദൻ അധ്യക്ഷയായി. VV ബാബു, ലിൻഡ സുഭാഷ് ചന്ദ്രൻ, PM അബ്ദുൽ ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യം എല്ലാവരും ഒപ്പിടും. നമ്മൾ 50 ആളുണ്ടെങ്കിൽ 50 ആൾ ഒപ്പിടും. അവസാനം തീരുമാനങ്ങളൊന്നുമില്ല. തീരുമാനം പിന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ മിനിറ്റ്സിന്റെ അടിയിൽ ഒപ്പിട്ടിട്ട് നിങ്ങൾ പോകാൻ പാടില്ല. മിനിറ്റ്സ് ആ ഗ്രാമസഭയിൽ, നമ്മളിപ്പോ എല്ലാ കമ്മിറ്റികളിലും പങ്കെടുക്കുന്ന ആളുകളല്ലേ. പഞ്ചായത്ത് കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നു, രാഷ്ട്രീയ പാർട്ടികളുടെ കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നു, മറ്റ് സമുദായ സംഘടനകളുടെ കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നു. ഇതിന് അവസാനം ഒപ്പിട്ടിട്ടല്ലേ നമ്മൾ പോവുക. MB ദിനേശൻ മാസ്റ്റർ, PR ജഗദീശൻ മാസ്റ്റർ, TP ഹനീഷ് കുമാർ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് കോർഡിനേറ്റർ CV ഗിരി പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി. BJP തൃപ്യാർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയോടുള്ള ഭരണകൂടത്തിന്റെ അനാസ്ഥ അവസാനിപ്പിക്കുക, വലപ്പാട് ആശുപത്രി താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് ഉയർത്തുക, തസ്തികകളിൽ നിയമനം നടത്തുക, ഡോക്ടർ ക്വാർട്ടേഴ്സ് വാസയോഗ്യമാക്കുക, 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. What is
മാർച്ച് പോളി ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ ബി.ജെ.പി. മധ്യമേഖലാ പ്രസിഡന്റ് PM ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. യാതൊരു സംശയവുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. വരൂ നമുക്ക് ഒരുമിച്ച് നീങ്ങാം. ഭാരതീയ ജനതാ പാർട്ടി അണിചേർന്നുകൊണ്ട് ഈ രാജ്യത്തിലെ ബുദ്ധിജീവികളും അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രബുദ്ധതയാർന്ന മാന്യ വ്യക്തികളുമൊക്കെ തന്നെ നരേന്ദ്രമോദിയെയും BJP-യെയും അനുകൂലിച്ചുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കുന്നത് ദൈനംദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്തിനേറെ പറയുന്നു, നമുക്കറിയാൻ സാധിക്കും അത്ഭുത പ്രതിഭാസമാണെന്ന് ഇവിടെയുള്ള മാധ്യമ സുഹൃത്തുക്കളൊക്കെ തന്നെ പാടിപ്പുകട്ടുന്ന ആം ആദ്മി പാർട്ടിയുടെ വലം കൈയായി പ്രവർത്തിക്കുന്ന IPS ഓഫീസറുടെ കിരൺ ബേദി പോലും പറയുന്നു വേണ്ടത് BJP-യാണ്, നരേന്ദ്രമോദിയാണ് എന്ന് അണ്ണാ ഹസാരെ അടക്കം പറയുന്നു. എന്റെ സുഹൃത്തുക്കളെ, ER കൃഷ്ണഗിരി പറയുന്നു. എന്തിനേറെ നമുക്കറിയാം കാന്തപുരം മൗലവി പറയുന്നു. അതേപോലെ തന്നെ പല ഉന്നത വ്യക്തികളും ലതാ മങ്കേഷ്കറിനെ പോലെയുള്ളവര് നമുക്കറിയാം ഗാനഗോചരമാണ് അവര്. എന്തിനേറെ ഇന്നലെ ഗുജറാത്ത് കടൽ തീരത്ത് വെച്ച് നമുക്കറിയാം സൽമാൻ ഖാൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ കരുത്തനായ മസിൽ പവർ കാണിച്ചുകൊണ്ട് സിനിമാ ലോകം വെട്ടിപ്പിടിച്ച സൽമാൻ ഖാൻ നരേന്ദ്രമോദിയോട് ഒത്തുകൊണ്ട് പട്ടം പറപ്പിച്ചുകൊണ്ട് പറയുന്നു കരുത്തനായ ഒരു പ്രധാനമന്ത്രിയാണ് നമുക്ക് ആവശ്യം. സേവിൻ പള്ളത്ത്, PR സിദ്ധൻ, MV വിജയൻ, ലാൽ ഊണുങ്ങൽ, PV ആനന്ദൻ, സനൽ പനക്കൽ, ഷയൻ നെടിയിരുപ്പിൽ, NS ഉണ്ണിമോൻ, സജീഷ് കുറ്റിക്കാട്ട്, ജിജു വലപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് പരിരക്ഷ എന്ന വിഷയത്തിൽ SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSSന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വലപ്പാട് SI KG ആന്റണി ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. അത് തടയാനുള്ള കാര്യങ്ങളും അതിനെപ്പറ്റി വിശദമായ ക്ലാസ് എടുക്കും. അത് കഴിഞ്ഞ് പ്രാപ്തനായ ഒരാളാണ് ചന്ദ്രേട്ടൻ. അദ്ദേഹം പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. എനിക്ക് ഈ ക്ലാസ്സിൽ എനിക്ക് ഏകദേശം ഔട്ട്ലൈൻ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോ അതിനെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞ് അവസാനിക്കാൻ ശേഷം ചന്ദ്രേട്ടനും മറ്റുള്ള സാറും ഒക്കെ വിശദമായിട്ട് നിങ്ങളൊരു കാര്യം പറയും. ചന്ദ്രേട്ടൻ ഒരു പ്രാപ്തനായ ആളാണ്. അനേക വിഷയങ്ങൾ പ്രയോജനമായ വ്യക്തിയാണ് അദ്ദേഹം. വിശദമായിട്ട് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളൂ. ചെറിയ പ്രായം 14 ഇതിൽ 17 വയസ്സിൽ കൂടുതൽ ആൾക്കാരും കൂടി ഉണ്ടാവില്ല. ഏറ്റവും കൂടിയാൽ ഒരു കുട്ടികളുടെ ചെറിയ കുട്ടികൾ ആണായാലും പെണ്ണായാലും ഒരു 12 വയസ്സ് മുതൽ ഒരു 18 വയസ്സ് വരെ അവരുടെ കാലഘട്ടത്തിന്റെ പ്രധാനമായ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് അവർക്ക് ശാരീരികമായും മാനസികമായും മാറ്റങ്ങൾ പ്രകടമാണ്. പിന്നെ സെക്സ് എന്നുള്ള ആണിനും പെണ്ണിനുള്ള സെക്സ്. അപ്പോ ഒരു കാര്യം മിക്സഡ് ക്ലാസ്സുകളിൽ പഠിക്കുന്നതുകൊണ്ട് കൂടുതൽ അറിയാനും കൂടുതൽ സൗഹൃദം വളർത്താൻ സാധിക്കും. ആ സമയത്ത് ആണുങ്ങൾ മാത്രം പഠിക്കുന്ന സ്കൂളിൽ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ക്ലാസ്സുകളാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. അപ്പൊ നിങ്ങൾക്ക് ആൺകുട്ടി പെൺകുട്ടികളുടെ വ്യത്യാസമില്ല. ഫ്രണ്ട്ഷിപ്പാണ്. നല്ല രീതിയിലുള്ള സൗഹൃദം വളർത്തുക ആൺകുട്ടികളും പെൺകുട്ടികളും. പിന്നെ പ്രത്യേക കാര്യം മൊബൈൽ ഫോൺ എന്ന സാധനം വളരെ നല്ല കാര്യമാണത്. കാരണം നമുക്ക് കിലോമീറ്ററുള്ള അകലുള്ള ആളെ ഒരു സെക്കൻഡിൽ വിളിക്കാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷെ അതിന് എന്റെ ദൂഷ്യങ്ങളുണ്ട്. മൊബൈൽ ഫോണില് ഫോട്ടോ എടുക്കുന്നു. വഴിയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും മറ്റേ ആൾക്കാർ അപരിചിതരായ ആൾക്കാരെ നല്ല ശ്രദ്ധിക്കണം. അത് നിങ്ങളുടെ മേലധികാരികളെ നിങ്ങളുടെ സഹപ്രവർത്തകരെയോ മാതാപിതാക്കളെ അറിയിക്കണം. അനാവശ്യമായിട്ട് ആണായിക്കോട്ടെ പെണ്ണായിട്ട് ആയിക്കോട്ടെ നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ ആളുകൾ നിങ്ങളുടെ അനുവാദം കൂടാതെ നിങ്ങളുടെ ശരീരത്തിൽ സ്പർശിക്കാൻ നിങ്ങളുടെ അച്ഛനും അമ്മയും അല്ലാത്തൊരാള് അനുവദിക്കാൻ പാടില്ല. ആൺകുട്ടിയായാലും അപരിചിതർ വിളിച്ചാൽ പോകാൻ പാടില്ല. ലൈംഗിക ചൂഷണത്തിന് നമ്മൾ അനുവാദം കൊടുക്കാൻ പാടില്ല. നാട്ടിക SN ട്രസ്റ്റ് ഓഡിറ്റോറിയത്തിൽ VP ചന്ദ്രൻ ക്ലാസ് നയിച്ചു. പ്രിൻസിപ്പൽ V ശ്രീദേവി, PTA പ്രസിഡന്റ് KG സുരേന്ദ്രൻ, സിവിൽ പോലീസ് ഓഫീസർ KR രഘുരാമൻ തുടങ്ങിയവരും സംസാരിച്ചു. ഇടവേള.